അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ദ ഫോർത്ത് റവല്യൂഷൻ എന്നറിയപ്പെടുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലത്താണ് നാം ഏവരും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരുപാട് വിമർശനങ്ങൾക്ക്, ഒരുപാട് ക്രിറ്റിസൈസത്തിന് വിധേയമായ ഒരു ടേമും അതേപോലെ തന്നെ പദ്ധതികളുമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. എന്നാൽ അതിനേക്കാളൊക്കെ ഉപരിയായി ഒരുപാട് സാധ്യതകൾ നമുക്ക് മുമ്പിൽ വലിച്ചു നീട്ടുന്ന, നമുക്ക് മുമ്പിൽ വാതിൽ തുറന്നു തരുന്ന ഒരു സംവിധാനമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അതിലൂടെ എനിക്കിവിടെ നിശ്ചിതമായ വിഷയമെന്ന് പറയുന്നത് നമ്മുടെ ഇസ്ലാമിക ദഅവത്ത്, ഇസ്ലാമിക പ്രൊപ്പഗേഷൻ എങ്ങനെ നമുക്ക് AI ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാമെന്നുള്ളതാണ്. അതിന് കുറച്ച് എൻ്റെ ആശയങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കാം. ആദ്യമായിട്ട് തന്നെ എനിക്ക് പറയാനുള്ളത്, നാം ഇന്ന് അല്ലെങ്കിൽ ഒരു സാധാരണക്കാരന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഒരു സംശയം അല്ലെങ്കിൽ അവർക്ക് ഇസ്ലാമിൽ വേണ്ട ഒരു കാര്യം സെർച്ച് ചെയ്താൽ കൂടുതലായും അവർക്ക് ലഭ്യമാകുന്നത് സലഫിസ്റ്റ് ആശയങ്ങളുടെ അല്ലെങ്കിൽ ജമാഅത്ത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആർട്ടിക്കിൾസും എസ്സേസൊക്കെ ആയിരിക്കും. അപ്പോൾ അതിനെ മറികടക്കുക എന്നുള്ളത് നമുക്ക് മുമ്പിൽ ഒരു ചലഞ്ചാണ്, ഒരു വെല്ലുവിളിയാണ്. അതിന് ഏറ്റവും നല്ല മാർഗമെന്ന് പറയുന്നത് നിരന്തരം നാമും അതേപോലത്തെ നമ്മുടെ ആശയങ്ങളിൽ നിന്നുള്ള ആർട്ടിക്കിൾസും എസ്സേസും എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ആശയങ്ങൾ മുന്നിട്ട് നിൽക്കുമ്പോൾ അത് കൂടുതലായിട്ട് റീഡിങ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ലോകത്ത് മൊത്തമായിട്ട് നമ്മുടെ ആശയങ്ങൾ പടരുകയും മറ്റുള്ള ആധുനിക അല്ലെങ്കിൽ പുത്തൻവാദ ആശയങ്ങളെ മറികടക്കാനും ഇതിലൂടെ സാധിക്കും. നമ്മൾ കൂടുതൽ ആർട്ടിക്കിൾസ് എഴുതിയാലേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് ഇത് മനസ്സിലാവുകയുള്ളൂ, ഇതാണ് കൂടുതലെന്ന് മനസ്സിലാവുകയും ഇത് കൂടുതൽ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുള്ളൂ എന്നുള്ളതാണ്. അതേപോലെ രണ്ടാമത്തേത്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അത് തന്നെ ഡ്രിവൺ ചെയ്യുന്ന പ്ലാറ്റ്ഫോംസ് നമ്മൾ ഉണ്ടാക്കണം. അതെന്ത് ചോദിച്ചാലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ സാധാരണക്കാരെന്ത് ചോദിച്ചാലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതിന് തക്കതായ മറുപടി കൊടുക്കുന്ന പ്ലാറ്റ്ഫോംസ് നാം തന്നെ സ്വയമായി രൂപീകരിക്കുകയാണെങ്കിൽ, നമ്മുടെ ആശയങ്ങളിൽ നിന്നുള്ള പ്ലാറ്റ്ഫോംസ് രൂപീകരിക്കുകയാണെങ്കിൽ ആ ആശയങ്ങളെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായം തേടുന്ന ഏതൊരാൾക്കും കൈമാറാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് രണ്ടാമത്തേത്. മറ്റൊന്നാണ് ചാറ്റ് ബോർഡ്സ് ഉണ്ടാക്കുക എന്നുള്ളത്. ചാറ്റ് ബോർഡ്സ് വാട്സപ്പിലായാലും മറ്റു പല ഇതുപോലത്തെ ആപ്ലിക്കേഷനിലും ചാറ്റ് ബോർഡ്സ് വളരെ ഏറ്റവും സിമ്പിളായ രീതിയിലുള്ള ഇതുപോലെയുള്ള ചാറ്റ് ബോർഡ്സാണ് ആൾക്കാർ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ ചാറ്റ് ബോർഡ്സിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ സിമ്പിളായി അവർക്ക് ഉത്തരം കിട്ടണമെന്നാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നതും. അപ്പോൾ ഇതുപോലെയുള്ള ചാറ്റ് ബോർഡ്സ്, ഇപ്പോൾ കേരള ടൂറിസത്തിന് വേണ്ടിയിട്ടുള്ള മായ എന്ന് പറയുന്ന ഒരു വാട്സപ്പിലുള്ള ഒരു മെസ്സേജിങ്, അതുപോലത്തെ ചെറിയൊരു സംവിധാനങ്ങളൊക്കെ നാം രൂപപ്പെടുത്തിയെടുക്കുകയാണെങ്കിൽ ആശയങ്ങൾ അല്ലെങ്കിൽ ഇസ്ലാമിക ദഅവത്ത് സിമ്പിളായി നമുക്കിതിലൂടെ നടക്കും, നമ്മുടെ ആശയത്തിൽ നിന്ന് തന്നെ നടക്കുമെന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ ഒരു അഡ്വാൻറ്റേജ്. അടുത്തൊന്നാണ് AI ലാംഗ്വേജിൻ്റെ ഉണ്ടാക്കിയ ട്രാൻസ്ലേഷൻ എന്നുള്ളത്. അത് നാം നിരന്തരം അതിനെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്ത് ഏതൊരു ഗ്രന്ഥവും അവർ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ഗ്രന്ഥം അവർ അതിലേക്ക് ഇൻപുട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് അവരുടെ ഭാഷയിലുള്ള ട്രാൻസ്ലേഷൻ അത് നല്ല നമുക്ക് അർത്ഥം വെച്ച് പഠിച്ച ആ ട്രാൻസ്ലേഷനിലൂടെ കിട്ടുന്ന ഒരു സൗകര്യം ഒരുക്കുകയാണെങ്കിൽ ഏറെ വിലപ്പെട്ട ഒരു സംഭാവനയായിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ഈ ഫോർത്ത് റവല്യൂഷണറി കാലത്ത് ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ദഅവത്തിന് വലിയൊരു സാധ്യതയാണ് ഇതുപോലുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് കിട്ടുന്നത്. അതേപോലെ തന്നെ ഈ പള്ളികളിൽ നടക്കുന്ന സബ്ക്കുകൾ, വലിയ വലിയ ഉസ്താദുമാരുടെ സബ്ക്കുകൾ, അതിന് പങ്കെടുക്കാൻ പറ്റാത്ത റിമോട്ടായിട്ടുള്ള വില്ലേജിൽ ജീവിക്കുന്ന ജനങ്ങളുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള സൂം പോലത്തെ പ്ലാറ്റ്ഫോംസ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഒരുപാട് തെറ്റിദ്ധാരണകൾ നമ്മുടെ ജനങ്ങൾക്കിടയിലുണ്ടാവും. അപ്പോൾ അതിനൊക്കെ തിരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതേ പ്ലാറ്റ്ഫോംസിൽ തന്നെ AI പ്ലാറ്റ്ഫോംസിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ സിറി, അലക്സ പോലെയുള്ള വലിയ വലിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ബ്രാൻഡുകളുമായിട്ട് നമുക്ക് കോഓപ്പറേറ്റ് ചെയ്ത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസും കോഓപ്പറേറ്റ് ചെയ്ത് പ്രവർത്തിക്കുകയാണെങ്കിൽ അതിലൂടെ നമ്മുടെ ആശയങ്ങളെ കൈമാറാൻ സാധിക്കും എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഈ ആർട്സ്, അതേപോലെ തന്നെ കാലിഗ്രഫിയൊക്കെ ഇന്ന് കൂടുതൽ ആൾക്കാരിലേക്ക് ഇൻസ്പയർഡ് ആവുകയും അതിലൂടെ ഇസ്ലാമിലേക്ക് കയറി വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് യൂറോപ്യൻ കൺട്രീസിലൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് കാലിഗ്രഫികൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നു, അത് തന്നെ ജനറേറ്റ് ചെയ്യുന്നു.
അല്ലെങ്കിൽ മറ്റുള്ള ഇസ്ലാമിക ആർട്ട് വർക്ക്സ് അത് തന്നെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അത് വലിയൊരു വിപ്ലവമാണ് അവർക്കിടയിൽ ഉണ്ടാക്കുക എന്ന് തോന്നുന്നുണ്ട്. അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത് ഇതിലൊക്കെ നമ്മുടെ എത്തിക്സ്, നമ്മുടെ ആശയങ്ങളെ എൻഷുർ ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ എത്തിക്സ് കീപ്പ് ചെയ്തുകൊണ്ട് മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പാടുള്ളൂ. അതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് AI കാലത്തെ കുറച്ച് സാധ്യതകളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ചത്. നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.